ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. കുറേ കാലമായിക്കോണോ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിക്കണം. കുറേ പറഞ്ഞാൽ കുറേ ആയിക്കോണോ, എനിക്ക് തോന്നുന്നു 1 വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട്. കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയാണ്. അപ്പോൾ അത്രയും കാലമായിക്കോണോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആകുമ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് വെറുതെ വീട്ടിലൊരു പണിയില്ലാതിരിക്കുകയാണ്, അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആകാം അങ്ങനെ വിചാരിച്ചു. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് കടക്കാണ്. എന്താണ് ഈ മുത്തുമണികൾ, ഞാൻ വീഡിയോ എടുക്കണേ കേൾക്കണില്ലേ, മുണ്ടാതിരിക്കും. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് നമ്മൾ കടക്കാണ് ഗൈസ്. പ്രത്യേകിച്ച് ഡേയിലൊന്നും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ അറിയില്ല. ഒക്കെ അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങളായിരിക്കും. ചിലപ്പോൾ നല്ല അടിപൊളി ഡേ ആയിരിക്കും, ചിലപ്പോൾ എപ്പോഴും ഉള്ള പോലെ ഒരു പൊട്ടതേക്കാരം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ രാവിലെ വെച്ച് ബ്രഷൊക്കെ ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. അല്ലാതെ ഉറക്കം നീച്ച് അങ്ങനെയൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അപ്പം നമ്മൾ ഇനി നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. ഇമ്മ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കണ സൗണ്ട് കേട്ടത് ഇമ്മ വീട് പണി നടന്നുകൊണ്ടിരിക്കണ സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഇമ്മ പോയിക്കാണ്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഒരു രണ്ടാളും ഇമ്മയും സുമിതാത്തിയും ഓൾറെഡി ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞാനാണ് കഴിക്കാനുള്ളത്. ഞങ്ങളെന്ന് പറയണില്ല, ഞാൻ ഈ കുടിയിൽ നേരത്തും കാലത്തും ഫുഡ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. എല്ലാവരും ഫുഡ് കഴിക്കണ നേരത്ത് ഞാൻ കഴിക്കൂല. ഞാൻ ഫുഡ് കഴിക്കണ നേരത്ത് ഓരൊക്കെ ഓരുടേതായ പണിയിലേക്കാരോ, മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിക്കൂടി. ഇനി ഞാൻ ഫുഡ് എടുത്തിട്ട് പോയി ഞാൻ കഴിക്കണം. അപ്പൊ നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. ഞാൻ അടുക്കളയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അടുക്കളയിൽ ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. എനിക്കറിയാം എന്താന്നുള്ളത്, പക്ഷെ എന്നാലും വീഡിയോ എടുക്കല്ലേ, അതോട്ട് ജസ്റ്റ് അഭിനയിക്കാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. നമ്മൾ കൂടുതലും ഇഡ്ഡലിയും ചമ്മന്തിയാണ് കഴിക്കാറ്. ചിലർ ചട്നിയൊക്കെ അല്ലേ കഴിക്കുക, നമ്മൾ ചമ്മന്തിയെ കഴിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉമ്മ പുറത്ത് പോയിക്കാണല്ലോ. അപ്പോൾ ഉമ്മ വരുമ്പോഴത്തേനും കുറച്ച് അടിച്ചോരിയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ ഉമ്മക്ക് ഒരു സന്തോഷമാവില്ലേ എഴുതിയിട്ട് ഇമ്മ വരുമ്പോഴേക്കും ഉമ്മാനൊന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെയൊക്കെ സർപ്രൈസ് കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമ്മ സർപ്രൈസ് ആയോ? ഒന്നും കണ്ടിട്ട് ഒരു സർപ്രൈസ് ആയില്ല. എന്തൊക്കെ തുടച്ചതോ? സർപ്രൈസ് ആയില്ല. അനെ തുടച്ചിക്കല്ലേ? പിന്നെ പാത്രം കഴിക്കണല്ലോ. ശരി, അത് സർപ്രൈസ് ആക്കാൻ ചെയ്താണ്. അതിനുമ്പോ പകുതി ആയപ്പത്തിന് കയറി വന്നിക്ക. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആളുകളെ സർപ്രൈസ് ആക്കാൻ. ഞാൻ ചെയ്യൂല പറഞ്ഞ കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യും. ലേസുണ്ടാത്ത ആൾക്കറിയില്ലേ, ഞാൻ അങ്ങനെയാണ് സർപ്രൈസ് ആക്കാം. പിന്നെ പകുതി എത്തപ്പറ്റിനും ഇമ്മ വന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിക്കോളൂ വീഡിയോ എടുക്കുമ്പോ ഒതുങ്ങി ആയിക്കോളൂ പോകാൻ. എന്റെ മമ്മി സർപ്രൈസ് ആയില്ല. എന്റെ അമ്മ ഫോക്കസ് ആവാത്ത ഫോക്കസ് ആയിക്കണം. എന്റെ മമ്മി ഫോക്കസ് ആയില്ല, അല്ല സർപ്രൈസ് ആയില്ല. ഇമ്മ കല്യാണത്തിന് പോവാണ്. എന്നെ കൊറേ വിളിച്ചു കൊണ്ടുവരാനൊന്നു, പക്ഷെ ഞാൻ പോണില്ല, എനിക്ക് വെയ്യട്ടല്ലേ വരുത്താൻ. അതൊന്നല്ല, എവിടേക്കും വരൂല. അതന്നെ സുമിയെ ഞാനിവിടെ ഒറ്റയ്ക്ക് വിളിച്ചാ ഇങ്ങോട്ടും വരൂല. അതല്ല, സുമിയെ ഞാനിവിടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിരിക്കാണ്. നമ്മുടെ സർപ്രൈസ് പരിപാടി എന്തായാലും കൊളായ സ്ഥിതിക്ക് പിന്നെ അമ്മ കല്യാണത്തിന് പോണതിൻ്റെ ആ ഒരു തിരക്കിലായിരുന്നു. ഇമ്മ എന്നെ കുറേ വട്ടം വിളിച്ചു കല്യാണത്തിന് വാന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ പോയില്ല. അങ്ങനെ അവസാനം ഇമ്മ ഒറ്റയ്ക്ക് പോകാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഇമ്മാനെ ഒന്ന് മാറ്റി തരുമോ ഒരുക്കി തരുമോ എന്നൊക്കെ വന്ന് ചോദിച്ചിരുന്നു. പണ്ടൊക്കെ ഇന്നായിരുന്നു ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഞാൻ ഇമ്മാനെയാണ് ഒരുക്കി കൊടുക്കാറ്. ഇപ്പോൾ ഈ വീട്ടിലെ ഏകദേശം എല്ലാവരെയും ഞാനാണ് ഒരുക്കാറ്. ഞാനാണ് ഇവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അങ്ങനെ അതിസാഹസികമായി അതിസുന്ദരമായി ഞാൻ ഇമ്മാനെ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇമ്മാൻ്റെ കണ്ണ് നോക്കിയൊക്കെ വേറൊരു കളർ കണ്ണാണ്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ആൾക്കും ഈ കളർ കണ്ണ് കിട്ടിയിട്ടില്ല. ഇമ്മാൻ്റെ ഫാമിലി ഫുള്ള് പൂച്ചക്കണ്ണാണ് ഗൈസ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ ഇമ്മാനെ കല്യാണത്തിന് ഒരുക്കി മാറ്റി പറഞ്ഞയച്ചിട്ട് ഞാൻ നേരെ പോയി ഫ്രഷ് ആയിട്ട് വന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഘടകം സ്കിൻ കെയർ ആണ്. അപ്പോൾ ഇപ്പോൾ അതാ എന്തായാലും കുളിച്ച് ഫ്രഷായി വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ നമ്മുടെ സ്കിൻ കെയർ പരിപാടിയിലോട്ട് അങ്ങോട്ട് കടക്കാം. ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. സോ ഞാൻ സ്കിൻ കെയറിന് ഇത്രയും കൂടിയും പ്രാധാന്യം ഇപ്പം നൽകുന്നുണ്ട്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒന്ന് വൃത്തിക്ക് കെട്ടി വെക്കുക, അല്ലെങ്കിൽ മുടി ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആകെപ്പാടെ കൊളാവും അങ്ങനെയൊക്കെ. സോ ഞാൻ ഉൾപ്പെടെ പലരും ഫേസ് ആക്കേണ്ട പ്രശ്നമാണ് മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ്. അതൊക്കെ ഇങ്ങോട്ട് ക്ലിയർ ആയി ഫേസ് നന്നായിട്ട് അടിപൊളിയാവാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. സോ അതിനുവേണ്ടി ഞാനിപ്പോൾ റീസെൻ്റ് യൂസ് ആക്കുന്നതാണ് നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട്സ് ക്ലിയറിംഗ് ടേമറിക് ഫേസ് സിറം. ഇതിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ടേമറിക് ആണ് വരുന്നത്. മാത്രമല്ല 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നയാസിനമൈഡും ആണ് വരുന്നത്. സോ ഇത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ആക്കി ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ആക്കും. ഭയങ്കര
ലൈറ്റ് വെയിറ്റ് ഫോമുലയാണ്, ക്യുക്ക് അബ്സോർബും ആണ്. അങ്ങനെ ഇത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല സ്പോട്ട്ലെസ് ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഇന്ന റീസൺ നമുക്ക് എടുത്ത് പറയാൻ കഴിയൂല. ചിലപ്പോൾ അത് ഹോർമോണൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ പിമ്പിൾ വന്ന് പോയതിൻ്റെ ആവാം, അങ്ങനെ പല റീസൺസും ആവാം. അപ്പോൾ നമ്മുടെ ഈ ടേമറിക് ഫേസ് സിറം ഒരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഒരു ദിവസം 2 നേരം എന്നുള്ള രീതിയിൽ ഡേ ഓർ നൈറ്റോ ഒക്കെ ആയിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്വാർഡ് സർക്കുലർ മോഷനിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫേസിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അതൊക്കെ അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ആക്കി വരികയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആയി നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ആകും. അത് മാത്രമല്ല സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനും സ്കിന്ന് നല്ല ഈവൻ സ്കിൻ ടോൺ ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹിമാലയ സുരസ മഞ്ഞൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ആക്കാൻ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ആൻഡ് മഞ്ഞളിന്റെ മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് സുരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ വഴിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സോ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ഉള്ളവർക്കൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുഖം നന്നായിട്ട് ക്ലിയർ ആവും, ഗ്ലോ ഒക്കെ ആകും. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നാണ്, അപ്പോൾ അത് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും അവരുടെ ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമായിരിക്കും. അപ്പോൾ ഗ്രേറ്റ് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് ലിപ് ബാമും കൂടി ഇട്ട് നമ്മുടെ സ്കിൻ കെയർ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് ക്യൂട്ട്നെസ് ആവാം, അങ്ങനെയാണല്ലോ പതിവ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യൂട്ട്നെസ് വാരി എതറിയിട്ട് ഇനി നമ്മൾ നേരെ പോണത് എൻ്റെ റൂമിലോട്ടാണ് ഗൈസ്. ഞാൻ എൻ്റെ കുപ്പിയിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഞാൻ എൻ്റെ റൂമിൽ ഒരു മൂലയിൽ പോയാണ്ടിരിക്കും. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് റൂമിൽ ഇങ്ങോട്ട് എത്തി മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടണ ആ ഒരു സംതൃപ്തി എനിക്ക് വേറെ എവിടെയും കിട്ടൂല. ഞാനിത് ഇങ്ങനെ ചുമരുമ്പോൾ ചാരി ഇങ്ങനെ എൻ്റെ വെള്ളക്കുപ്പിൻ്റെ ഫോണൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3:15 ഞാൻ നീച്ചു. ബിക്കോസ് ഞാൻ ചോറ് കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നീച്ചു. എൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും ആകെ ഒരു ഷെഡ്യൂൾ ഇല്ലാതെ ഒക്കെ താളം തെറ്റി കിടക്കണ ഒരു സംഭവമാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് TV ഇട്ടു. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വരുന്ന നേരം ഞാൻ അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പറ്റിയത് വരുന്ന നേരമാകും. പക്ഷേ TV ഒരു ഒലക്കട മൂഡും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ഞാൻ എന്തോ ഒരു സിനിമ കണ്ടു, ആനന്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിരുന്ന് കണ്ടിട്ട് ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തിനും ഉമ്മ കല്യാണത്തിനൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആനന്ദം കുറച്ചിരുന്ന് കണ്ടിട്ട് ഞാൻ പിന്നെയും എൻ്റെ റൂമിലോട്ട് അങ്ങോട്ട് പോയി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഉച്ചമയക്കത്തിലായിരിക്കുമല്ലോ, പക്ഷെ ഞാൻ വളരെ തല തിരിച്ചാണ്. ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന ടൈമാണ് ഈ ഉച്ച. പിന്നെ രാത്രിയൊക്കെ ഭയങ്കര ഉസാറായിരിക്കും എനിക്ക്. അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ നീച്ച് പോന്നു. അപ്പത്തിനും ഇമ്മ പണി നടന്നുകൊണ്ടിരിക്കണേ ചായ കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അങ്ങനെ ഇമ്മ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ പിന്നെ ഞാനും സുന്ദാത്തി മാത്രമായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈയിടെയായിട്ട് നല്ല മഴയുണ്ടല്ലോ, അപ്പോൾ പുറത്ത് തുണികളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോണ്ടേ. ഇമ്മ പോകുമ്പോൾ പറഞ്ഞാണ് തുണികൾ മഴ പെയ്യുമ്പോൾ എടുത്തിട്ട് വെക്കണം എന്നുള്ളത്. അപ്പോൾ പോണ്ടേ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്തായാലും പോകണമല്ലോ. പിന്നെ ഇമ്മ വന്നിട്ട് തുണികൾ നനഞ്ഞ് കണ്ടാൽ എനിക്ക് വെറുതെ എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കണത്. സോ ഞാൻ പുറത്തിറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ തുണികളെടുക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ കുറച്ച് ക്യൂട്ട്നെസ് വിട്ടൊരു കളിയില്ല. കുറച്ച് പട്ടി ഷോയൊക്കെ ആയാലും എനിക്ക് ഇത്തിരി സംതൃപ്തി വരും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു. തുണികളെടുത്തത് എന്തായാലും നന്നായി, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്മ തിരിച്ചു വരുമ്പോൾ തുണികളൊക്കെ നനഞ്ഞ് കണ്ടിക്കുകയാണെങ്കിൽ എൻ്റെ കൊലവറി തീർത്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ അതൊക്കെ ഓൾറെഡി എടുത്തു വെച്ചു. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ റൂമിലോട്ട് തന്നെ അങ്ങോട്ട് കയറി. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ കാര്യം ഞാൻ മറക്കണുണ്ട്. ഞാൻ ഈ ഓർമ്മ വരുമ്പോഴാണ് ഇത് എടുക്കണത്. ഇടയ്ക്ക് ഞാൻ മറന്നു പോകുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂമിലോട്ട് തന്നെ അങ്ങോട്ട് കയറി. എൻ്റെ കുടിയിൽ നല്ല ആട്ടിയേക്കണ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കണേ എനിക്ക് നല്ലോണം ചെയ്തേക്കും. എന്നാലും ഞാൻ അത് തിരുത്താൻ തയ്യാറാവാറില്ല. ഞാൻ അങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ലൈറ്റ് ഓൺ ആക്കിക്കണം. ഞാൻ ലൈറ്റൊന്നും ഇടൂല. ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി ഫാൻ മാത്രം ഇട്ടിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ആരെങ്കിലും വന്ന് ലൈറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണം കൊണ്ട് ഓഫ് ആക്കിപ്പിക്കും. അങ്ങനെ പിന്നെ എൻ്റെ ഇരുത്ത് അവസാനിപ്പിച്ചിട്ട് ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് പോയി. ഇടയ്ക്കൊക്കെ ഞാൻ ഇവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും. ബിക്കോസ് ഞാനാണ് ഈ വീട്ടിലെ അടിപൊളി ചായ ഉണ്ടാക്കുന്ന ആൾ. എൻ്റെ ചായക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. സ്വയംഭോഗത്തെ അല്ല, സീരിയസ്ലി ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ ചായൻ്റെ ഭയങ്കര ഫാൻസാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും പാവം തോന്നുമ്പോൾ. എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല, കാരണം അതൊരു ശീലമാക്കും അവർ. അങ്ങനെ പിന്നെ ഡേ ഇൻ മൈ ലൈഫും കൂടി എടുക്കല്ലേ, അപ്പം ഞാൻ ചായ വെച്ചതാണ്. അങ്ങനെ പിന്നെ ചായയും കട്ട്ലേറ്റൊക്കെ കഴിച്ചു. സത്യം പറയാലോ, കഴിക്കുമ്പോൾ
എടുക്കുമ്പോഴാണ് ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫ് അല്ല, വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നു ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണത്. പിന്നെ ഫുഡ് കഴിക്കണതാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ ചോറെടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടക്കാൻ നേരത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ കാര്യം. സോറി ഗൈസ്, എനിക്ക് ഇനിയും കൊണ്ട് നടക്കണ കാര്യമല്ല ഈ ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഞാൻ മറന്നു പോവാണ്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ ആളുടെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാനത് മറക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.